ഹലോ ഗൈസ്, നമുക്കൊന്ന് അജ്മാൻ വരെ പോയി നോക്കിയാലോ? എന്തിനാന്നല്ലേ, കുറച്ച് കോഴിനെ വാങ്ങാം. വെറും കോഴിയല്ല കേട്ടോ, നല്ല നാടൻ കോഴി. അതെന്താ, നിങ്ങൾക്ക് ദുബായ്ക്കാർക്കൊന്നും നാടൻ കോഴി അവിടെ കിട്ടൂലെന്നല്ലേ ഇപ്പം നിങ്ങൾ ആലോചിച്ച്? കിട്ടൂല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ മലയാളികൾക്ക് ഫ്രഷ് ആയിട്ട് സാധനങ്ങൾ കിട്ടുമ്പോഴല്ലേ മനസ്സിനൊരു സന്തോഷം. ഇവിടെ ഫ്രോസൺ ആയിട്ടാണ് നമുക്ക് ചിക്കൻ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ പോലെ അപ്പം അറുത്തിട്ടൊന്നും നമുക്കിവിടെ അത്രക്ക് അവൈലബിൾ അല്ല കേട്ടോ. എപ്പോഴത്തെയും പോലെ നാനിയും രാമേട്ടനും കിട്ടിയോനും കുട്ടിയും ഒക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ അജ്മാനിലോട്ട് പോണത്. അപ്പോൾ പോവല്ലേ? സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഷാർജയിൽ എത്തിയിട്ടുണ്ടേ. ദുബായ് എമിറേറ്റ്സും കഴിഞ്ഞ് ഷാർജ എമിറേറ്റ്സും കഴിഞ്ഞിട്ടാണ് നമ്മൾ അജ്മാൻ എമിറേറ്റ്സിലേക്ക് പോകുന്നത്. എമിറേറ്റ്സുകൾ താണ്ടി പോവാന്നൊക്കെ പറയുമെങ്കിലും അത്രയ്ക്ക് വലിയ ദൂരമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. നമ്മൾ കാറിൽ പോകുമ്പോൾ ഒരു 45 കിലോമീറ്റർ, അതായത് ഏകദേശം ഒരു 3/4 മണിക്കൂർ അത്രയ്ക്കേ വരുള്ളൂ. നമ്മളിവിടെ നാട്ടിലേക്ക് വരുന്നതിന് മുന്നേ റൂം നോക്കണമല്ലോ. അങ്ങനെ ഷാർജയിൽ എടുക്കാം കേട്ടോ വിചാരിച്ചിരുന്നത്. കാരണം ദുബായിനെ അപേക്ഷിച്ച് ഇവിടെ റെന്റ് അത്യാവശ്യം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ട്രാഫിക്കുമാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് കറക്റ്റ് സമയത്ത് ഷോപ്പിലെത്താൻ പറ്റില്ല എന്ന് ആലോചിച്ചിട്ടാണ് നമ്മളത് ക്യാൻസൽ ചെയ്തത്. ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ മൊത്തം ചിക്കൻ സ്റ്റാളുകളോട് നിറഞ്ഞിരിക്കുക കേട്ടോ. ഇവിടെ ചിക്കൻ സ്റ്റാളിൽ ചിക്കൻ മാത്രമല്ല കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. എന്താ, ഇവരൊക്കെ ഇവിടുത്തെ ആൾക്കാരാണ്. ഇവരോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളേരിയ നാടൻ കോഴിയോ ബ്രോയിലർ കോഴിയോ ബീഫോ മട്ടനോ അങ്ങനെയൊക്കെയാണ്. നാടൻ കോഴി എന്നൊക്കെ പറയെങ്കിലും ബ്രോയിലർ കോഴിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. രാമേട്ടനും നാനിയും എപ്പോഴും ഡക്കാട്ടോ വാങ്ങിക്കാറ്. അവർക്ക് ഡക്കിനോട് ഭയങ്കര ഇഷ്ടമാണ്. അവർ കുക്ക് ചെയ്തിട്ടൊക്കെ നമുക്ക് കൊണ്ടുതരാറുണ്ട്. സംഭവം വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ആണെങ്കിലും നമുക്ക് ഒരു ഇതുണ്ടാവില്ലേ, ഏത് അതന്നെ അങ്ങോട്ട് സെറ്റാവാത്തൊരു പ്രശ്നം. ബൈ ദ വേ, വെജിറ്റേറിയൻസുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. സാധാരണ ദിവസത്തേക്കാളും ഇന്നിവിടെ തിരക്കൊക്കെ കുറവാണ്. അങ്ങനെ നമ്മൾ 2 നാടൻ കോഴിയും ഒരു ബ്രോയിലർ ചിക്കനും രാമേട്ടനൊരു ഡക്കിനെയും പാക്ക് ചെയ്തു. ഇനി കുറച്ച് മട്ടൻ ആയാലോ? ഞാൻ അത്ര വലിയ മട്ടൻ ഫാനൊന്നും അല്ലേ. കല്യാണം കഴിയുന്നതിന് മുന്നേ മട്ടൻ്റെ ടേസ്റ്റ് എന്താന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് വന്നത്. നിങ്ങൾ ഈ സാധനം കണ്ടോ? ഈ ചൈനീസ് വ്ളോഗ്സിലൊക്കെ ഇങ്ങനത്തെ ഐറ്റം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ. ഇതിവിടെ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിയാലെന്നൊക്കെ ആലോചിച്ചു. പിന്നെ പ്ലാൻ മാറ്റി. എങ്ങാനും പൈസ കൊടുത്തത് വാങ്ങിച്ച് സംഭവം ഫ്ലോപ്പായാലോ? ആ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്. ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് നല്ല ചീപ്പായിട്ട് കിട്ടുമെന്ന് നാനി രാമേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാനി രാമേട്ടനും ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓൾമോസ്റ്റ് പല ആൾക്കാരെയും അവർക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചിട്ട് അവർക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ പരിചയമുള്ളതുകൊണ്ട് നമുക്കും അവർ കുറച്ച് തന്നു. ഇവിടെയെല്ലാം അത്യാവശ്യം വില കുറവിൽ കിട്ടുമെങ്കിലും ഇവിടുത്തെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. എല്ലാം നല്ല അടിപൊളി സാധനങ്ങളായിരുന്നു. അങ്ങനെ വാങ്ങിക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. ഇവിടെ പുറത്ത് ഇതുപോലത്തെ ഒരു ഐറ്റം ഞാൻ കണ്ടു. ഇത് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു മീറ്റും കൂടിയും ഇവിടെ വിൽക്കുന്നുണ്ടാവും. അതായിരിക്കും ഇതിൻ്റെ ഒരു സ്റ്റാച്ചു ഇവിടെ ഉള്ളത്. പോകുന്നതിന് മുന്നേ ഇവിടെ അടുത്തുള്ള ഷോപ്പിംഗ് സെൻറ്ററിലും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. നാട്ടിൽ നിന്ന് പോന്നപ്പോൾ ഒരുപാട് ഡ്രസ്സൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് അത്യാവശ്യം ഡ്രസ്സ് നമുക്ക് കുറച്ച് ബൾക്കായിട്ട് അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ നമ്മൾ പുറത്തിറങ്ങിയുള്ള വ്യൂ. മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല.
ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ആ പ്രതീക്ഷയിലാണ് ഞാൻ അങ്ങോട്ട് പോകാൻ നിന്നത്. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് നടക്കുകയാണ് കേട്ടോ. സൺസെറ്റ് പിന്നെ നമ്മളെല്ലാവരും വീക്ക്നെസ് ആണല്ലോ. ഇവിടെ എത്തിയപ്പോൾ ഞാനാകെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടോ. കാരണം അത്രയ്ക്ക് ചീപ്പായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തതുമില്ല. മാത്രമല്ല അതിനുള്ള ക്വാളിറ്റിയും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു നോർമൽ മാക്സി ഷാളിനടക്കം ഇവിടെ 10, 300, 350 ആ റേഞ്ചിൽ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അവർ പറഞ്ഞ എമൗണ്ട് നമ്മൾ ഇന്ത്യൻ റുപ്പിക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ഓവറാണെന്ന് ഫീൽ ചെയ്തു. സാധാരണ അങ്ങനെ കൺവേർട്ട് ചെയ്യരുത് എന്നൊക്കെയാണ് പറയാറ്. എങ്കിലും എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. പക്ഷേ ഇപ്രാവശ്യം എന്തോ എനിക്ക് വേണ്ടാന്ന് തോന്നി. അതുകൊണ്ട് അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. നേരം ഒരു 7, 7:30 ആയിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഏതായാലും ലേറ്റ് ആയില്ലേ, ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പോവാ വിചാരിച്ചു. ഞാനങ്ങനെ ഒരു ചായ ഫാനൊന്നും അല്ലായിരുന്നെങ്കിലും ഈ ചായ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എന്തൊക്കെയോ ഒരു ഫ്ലേവേഴ്സ് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ചായയോടുള്ള എൻ്റെ വാനോണ പുകഴ്ത്തൽ കാരണമായിരിക്കും ഹസ്ബൻഡ് എനിക്ക് വേറൊരു ചായ വാങ്ങിക്കൊടുത്തരാന്ന് പറഞ്ഞു. എനിക്ക് കൂട്ടത്തിൽ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പത്തിനും എൻ്റെ അടുത്ത ചായ വന്നു. അങ്ങനെ ആ ചായയും നല്ലോണം ആസ്വദിച്ച് ഞാൻ കുടിച്ചു. പക്ഷേ ഇത് വേറൊരു ഫ്ലേവറുള്ള ചായ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പാപ്പ ജോൺസിന് ഒരു പിസ്സ ഓർഡർ ചെയ്തു. എനിക്ക് പിസ്സ തീരെ ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇത് അടിപൊളി പിസ്സയാണ്, സൂപ്പറാണ്, എന്തായാലും ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് സമ്മതിച്ചതാണ്. പക്ഷേ പിസ്സ എനിക്ക് തോന്നുന്നു ഇത്ര അധികം വെയിറ്റിംഗ് ആയിരുന്നു. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തു കേട്ടോ. ഓർഡർ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ് അവരെടുത്ത് തന്നത്. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളെ കയ്യിൽ സാധനം കിട്ടിയിട്ടോ. ഇതിൽ മാത്രം എന്തായിരിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള ആകാംക്ഷയിലാണ് ഞാനിത് തുറന്നത്. അങ്ങനെ കഴിച്ചു നോക്കിയപ്പോഴെല്ലാം മനസ്സിലായത് വെയിറ്റ് ചെയ്തതിന് കാര്യമുണ്ടായി, സംഭവം അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാനും ഒരു പിസ്സ ഫാനായി. गढ़ी में दिल लगी तो परी क्या चीज है सर? गढ़ी मतलब watch. No no. If you like രാമേട്ടൻ എന്താ പറയണെന്നല്ലേ, ആളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ല് ഞങ്ങൾക്ക് രണ്ടാക്കും പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ. പഴഞ്ചൊല്ലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ആള് പറയണത് നമുക്കൊരു കാര്യത്തിനോട് ഭയങ്കര ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അതിനേക്കാൾ അടിപൊളിയായിട്ട് വേറെ എന്ത് തന്നാലും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല എന്നാണ്. ഇതിപ്പോൾ എന്തിനാ പറയുന്നതെന്നല്ലേ, രാമേട്ടനും ഞാനിൻ്റെയും പഴയ വീട് വളരെ ചെറുതായിരുന്നു. പക്ഷേ അവരുടെ പുതിയ വീട് നല്ല അടിപൊളിയാണ്. എന്നാലും ആ പഴയ വീടിൻ്റെ അത്ര സ്നേഹമൊന്നും അവർക്ക് ആ പുതിയ വീടിനോടില്ല എന്നാണ് അവർ പറയണത്. അങ്ങനെ ഇല്ലയെന്നൊന്നല്ല, എന്നാലും കുറച്ച് സമയമെടുക്കും ഒന്ന് ഓക്കെ ആയിട്ട് വരാൻ. അങ്ങനെ നമ്മൾ വീട്ടിലെത്താറായിട്ടുണ്ട്. രാമേട്ടനും ഹസ്ബൻഡിനും തിരിച്ച് ജോലിക്ക് തന്നെ പോകണം കേട്ടോ. കാരണം അവർക്കിന്ന് നൈറ്റ് ഷിഫ്റ്റാണ്. ഞങ്ങൾ രണ്ടുപേരും വീട്ടിലിറക്കിയിട്ട് വേണം അവർക്ക് തിരിച്ചു പോവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ശരി, ടാറ്റാ.